ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് രാവിലെ വെള്ളം കുടിച്ച് തന്നെ ആരംഭിക്കുകയാണ്. അതിനുശേഷം നേരെ യോഗ ചെയ്യാൻ വേണ്ടി കയറി. കുറേ ദിവസമായല്ലോ യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാമെന്ന് കരുതി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഡെയിലി ഞാനിപ്പോൾ മുട്ട എൻ്റെ ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പ്രോട്ടീൻ ഇൻടേക്കും പിന്നെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുമൊക്കെ ഞാൻ കഴിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പാർ ഇപ്പോൾ എൻ്റെ മെയിൻ ഒരു വിഭവമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉച്ചക്കത്തേക്ക് ഈ കാണുന്ന മേത്തി ലീവ്സ് കൊണ്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. മേത്തി ലീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവാച്ചീരയാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പല ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു കയർപ്പുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിയും കൊണ്ടൊക്കെ അരിയുമ്പോഴത്തേനും ഇതിൻ്റെ കയർപ്പ് കൂടും. അതുകൊണ്ട് ഇല ഇങ്ങനെ നുള്ളിപ്പിച്ചി എടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇലയൊക്കെ നുള്ളിപ്പിച്ചി എടുത്തിട്ട് ഇതിനോട് മുട്ടയൊക്കെ ഇട്ട് ഒന്ന് നല്ല പോലെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് മുട്ടയൊക്കെ ഇട്ട മേത്തി ലീവ്സിൻ്റെ തോരനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കഴിക്കാൻ പോകുന്നത് ഓറഞ്ചാണ്. ഇടനേരത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു വിശപ്പടിക്കുമ്പോൾ നമ്മൾ ഇത് കണക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ചോറ് കഴിക്കാൻ എഴുതു. നല്ല മുട്ടയൊക്കെ ഇട്ട് ചീക്കി തോത്തിയ മേത്തി ലീവ്സിൻ്റെ തോരൻ, കുക്കുംബർ, പിന്നെ അത് കണക്ക് തന്നെ കുറച്ച് മീനച്ചാറ്, സാമ്പാർ. ചോറ് ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഇത്രയും തന്നെ കാഞ്ചിക്കും കൂടെ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ചോറായത്. പ്രോട്ടീനൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ ഞാനിപ്പോൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പം സ്വീറ്റ് പൊട്ടറ്റോയും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് സ്വീറ്റ് പൊട്ടറ്റോയോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ രാത്രിത്തേക്കാണ്. കുക്കറിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ മധുരം നന്നായിട്ട് പോവും. അല്ലാണ്ട് ആവി കയറ്റി എടുത്താലും മധുരം നന്നായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാവും അതിനകത്തു നിന്നുള്ള മധുരം ഇറങ്ങി വെള്ളം ഇറങ്ങി അത് വെന്ത് വരും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഒക്കെ ആയിട്ട് സ്റ്റീംഡ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മുടെ ഡിന്നർ. മക്കളും കഴിച്ചോളും, ഏട്ടനും കഴിച്ചോളും. നമുക്ക് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ചൂടോടുകൂടി പുറത്ത് നിന്ന് നടക്കാനൊന്നും പോയില്ല കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതേയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സ്വീറ്റ് പൊട്ടറ്റോയും മുട്ടയും പഴവും ഒക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.